നമസ്കാരം. ഗുരുവായൂർ ദർശനം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിൽ പലരും നിത്യജീവിതത്തിൽ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുന്നവരാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നീളുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. എന്നാൽ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന്? പലപ്പോഴും പുതിയ തലമുറ ചോദിക്കാറുണ്ട്, ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളല്ലേ, ഇതിനൊക്കെ ഇന്നത്തെ കാലത്ത് വല്ല പ്രസക്തിയുമുണ്ടോ എന്ന്. സത്യത്തിൽ സനാതനധർമ്മം അഥവാ ഹിന്ദുമതം എന്നത് വെറുമൊരു വിശ്വാസ പ്രമാണമല്ല, മറിച്ച് അതൊരു ജീവിത രീതിയാണ്. നമ്മുടെ ഋഷീശ്വരന്മാർ രൂപം നൽകിയ ഓരോ ആചാരത്തിന് പിന്നിലും കൃത്യമായ ശാസ്ത്രീയവും മനഃശാസ്ത്രപരവും ആരോഗ്യപരവുമായ വലിയ അർത്ഥങ്ങളുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരം ചില രഹസ്യങ്ങളെക്കുറിച്ചാണ്. ഈ വീഡിയോ അവസാനിക്കുമ്പോഴേക്കും നമ്മൾ ശീലിച്ചു പോന്ന പല കാര്യങ്ങളെ നിങ്ങൾ നോക്കിക്കാണുന്ന രീതി തന്നെ മാറിപ്പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. സാധാരണയായി നമ്മൾ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്? ദൈവം എല്ലായിടത്തുമുണ്ടല്ലോ, പിന്നെന്തിന് ക്ഷേത്രത്തിൽ പോയി തൊഴണം? സത്യത്തിൽ ക്ഷേത്രങ്ങൾ എന്നത് വെറും പ്രാർത്ഥനാലയങ്ങൾ മാത്രമല്ല, അവ വലിയ ഊർജ കേന്ദ്രങ്ങൾ അഥവാ എനർജി സെൻറ്ററുകളാണ്. പണ്ട് കാലത്ത് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നത് ഭൂമിയുടെ കാന്തിക തരംഗങ്ങൾ അഥവാ മാഗ്നറ്റിക് വേവ്സ് ഏറ്റവും കൂടുതലായി കേന്ദ്രീകരിക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു. നമ്മൾ ക്ഷേത്രത്തിന് പുറത്തെത്തുമ്പോൾ ആദ്യം ചെയ്യുന്നത് ചെരുപ്പുകൾ പുറത്തിടുക എന്നതാണ്. ഇത് ക്ഷേത്രശുദ്ധിക്ക് മാത്രമല്ല, ആ കാന്തിക ശക്തി നമ്മുടെ പാദങ്ങളിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ കൂടി വേണ്ടിയാണ്. ക്ഷേത്രവാതിൽക്കൽ എത്തുമ്പോൾ നമ്മൾ ആദ്യം മണി മുഴക്കുന്നു. വെറുതെ തൊഴുതു കയറിയാൽ പോരെ, എന്തിനാണ് ആ മണി? ആ മണി നിർമ്മിച്ചിരിക്കുന്നത് വെറുമൊരു ലോഹക്കൂട്ട് കൊണ്ടല്ല. കാഡ്മിയം, ലെഡ്, കോപ്പർ, സിങ്ക്, നിക്കൽ തുടങ്ങിയ വിവിധ ലോഹങ്ങൾ കൃത്യമായ അനുപാതത്തിൽ ചേർത്താണ് ആ മണി ഉണ്ടാക്കുന്നത്. ആ മണിയിൽ നമ്മൾ തൊടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം നമ്മുടെ തലച്ചോറിൻ്റെ ഇടത് വലത് ഭാഗങ്ങളെ ഒരേ സമയം ഉണർത്തുന്നു. ആ ശബ്ദതരംഗങ്ങൾ നമ്മുടെ മനസ്സിനെ എല്ലാ ചിന്തകളിൽ നിന്നും മാറ്റി ഏകാഗ്രമാക്കാൻ സഹായിക്കുന്നു. അതായത് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മെ ശാരീരികമായും മാനസികമായും തയ്യാറെടുപ്പിക്കുകയാണ് ആ മണി ചെയ്യുന്നത്. അകത്തേക്ക് കയറിയാൽ നമ്മൾ കാണുന്നത് ശ്രീകോവിലാണ്. വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഗർഭഗൃഹം എന്ന സ്ഥലത്താണ്. അവിടെയാണ് നേരത്തെ പറഞ്ഞ ആ ഭൂമിയുടെ മാഗ്നറ്റിക് എനർജി ഏറ്റവും കൂടി നിൽക്കുന്നത്. വിഗ്രഹത്തിന് താഴെ ചെമ്പ് തകിടുകളിൽ മന്ത്രങ്ങൾ എഴുതി വച്ചിട്ടുണ്ടാകും. ഇതിനെയാണ് നമ്മൾ യന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ചെമ്പ് അഥവാ കോപ്പർ എന്നത് വൈദ്യുതിയെയും കാന്തിക ശക്തിയെയും നന്നായി കടത്തിവിടുന്ന ലോഹമാണ്. ഈ യന്ത്രങ്ങൾ ഭൂമിയിലെ ഈ ഊർജത്തെ ആഗിരണം ചെയ്ത് വിഗ്രഹത്തിലൂടെ ഭക്തരിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ശ്രീകോവിലിന് മുന്നിൽ നിന്ന് തൊഴുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സമാധാനവും പോസിറ്റീവ് എനർജിയും അനുഭവപ്പെടുന്നത്. തൊഴുതു കഴിഞ്ഞാൽ നമ്മൾ പ്രദക്ഷിണം വയ്ക്കുന്നു. വെറുതെ നടക്കലല്ല അത്. ശ്രീകോവിലിന് ചുറ്റും ഒരു കാന്തിക വലയമുണ്ടാകും. ഘടികാര ദിശയിൽ അഥവാ ക്ലോക്ക് വൈസായി നമ്മൾ നടക്കുമ്പോൾ ആ പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്കും ആഗിരണം ചെയ്യപ്പെടുന്നു. ക്ഷേത്രത്തിൽ പോയി വന്നാൽ മനസ്സിന് ശാന്തി കിട്ടുന്നു എന്ന് പറയുന്നത് വെറുതെയല്ല, അത് ഇത്തരം ഊർജ കൈമാറ്റങ്ങൾ കൊണ്ടാണ്. ഇനി നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് വരാം. ഒരാളെ കാണുമ്പോൾ നമ്മൾ 2 കൈകളും കൂട്ടിപ്പിടിച്ച് നമസ്കാരം എന്ന് പറയുന്നു. പാശ്ചാത്യർക്ക് അത് ഷേക്ക് ഹാൻഡ് ആണ്. എന്നാൽ നമ്മുടെ നമസ്കാരത്തിന് പിന്നിൽ വലിയൊരു ആരോഗ്യ രഹസ്യമുണ്ട്. നമ്മുടെ കൈവിരലുകളുടെ അറ്റത്താണ് കണ്ണുകൾ, ചെവികൾ, മസ്തിഷ്കം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാന നാഡീനരമ്പുകൾ അവസാനിക്കുന്നത്. 2 കൈകളിലെയും വിരലുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഈ പ്രഷർ പോയിൻറ്റുകൾ ആക്ടിവേറ്റ് ആകുന്നു. ഇത് നമ്മൾ ആരെയാണോ കാണുന്നത് അവരെ കൂടുതൽ കാലം ഓർമ്മിക്കാനും നമ്മുടെ കണ്ണിനും കാതിനും ഉണർവ് നൽകാനും സഹായിക്കുന്നു. മാത്രമല്ല, സ്പർശനമില്ലാത്തത് കൊണ്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അണുക്കൾ പകരുകയില്ല. കൊറോണ കാലത്ത് ലോകം മുഴുവൻ നമ്മളെ കണ്ടു പഠിച്ച ഒരു ശീലം കൂടിയാണിത്. അതുപോലെ തന്നെ പ്രധാനമാണ് നെറ്റിയിൽ ചന്ദനമോ കുങ്കുമമോ തൊടുന്നത്.
രണ്ട് പുരികങ്ങൾക്ക് നടുവിലുള്ള ഭാഗം ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നാഡീ കേന്ദ്രമാണ്. യോഗശാസ്ത്രത്തിൽ ഇതിനെ ആജ്ഞചക്രം എന്ന് വിളിക്കുന്നു. നമ്മൾ ചിന്തിക്കുമ്പോഴും വിഷമിക്കുമ്പോഴും ഒക്കെ അറിയാതെ കൈ പോകുന്ന ഒരു സ്ഥലമാണിത്. അവിടെ ചന്ദനം തൊടുമ്പോൾ ആ ഭാഗം തണുക്കുന്നു. ഇത് തലച്ചോറിന് കുളിർമ നൽകാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. കുങ്കുമം തൊടുമ്പോൾ അവിടെ നേരിയ സമ്മർദ്ദം ഉണ്ടാവുകയും അത് മുഖത്തേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വീട്ടിലെ മറ്റൊരു പ്രധാന ചടങ്ങാണല്ലോ സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തുന്നത്. അത് വെറുമൊരു വെളിച്ചം മാത്രമല്ല. ഇതിൽ ഉപയോഗിക്കുന്ന എണ്ണയും തിരിയും കത്തുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് ചില രാസമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത് വീട്ടിനുള്ളിലെ വായുവിലുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കാനും പോസിറ്റീവ് എനർജി നിറയ്ക്കാനും സഹായിക്കുന്നു. ഇനി നമുക്ക് ഭക്ഷണ രീതികളിലേക്ക് ഒന്ന് നോക്കാം. പണ്ടൊക്കെ എല്ലാവരും തറയിൽ ചമ്രം പടിഞ്ഞിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇന്ന് നമ്മൾ ഡൈനിങ് ടേബിളിലേക്ക് മാറി. എന്നാൽ തറയിൽ സുഖാസനത്തിൽ ഇരുന്ന് കഴിക്കുന്നതാണ് ദഹനത്തിന് ഏറ്റവും നല്ലത്. നമ്മൾ കുനിഞ്ഞ ഭക്ഷണം എടുക്കുമ്പോഴും നിവരുമ്പോഴും വയറിലെ പേശികൾ പ്രവർത്തിക്കുകയും ദഹനരസങ്ങൾ കൃത്യമായി ഉൽപ്പാദിക്കപ്പെടുകയും ചെയ്യുന്നു. കസാരയിലിരുന്ന് കഴിക്കുമ്പോൾ ഈ ഗുണം ലഭിക്കുന്നില്ല. അതുപോലെ വാഴയിലയിലെ ഭക്ഷണം, ചൂടുള്ള ഭക്ഷണം വാഴയിലയിൽ വിളമ്പുമ്പോൾ ഇലയിലെ പോളിഫിനോയ്സ് എന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഭക്ഷണത്തിൽ കലരുന്നു. ഇത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തടയാൻ സഹായിക്കും. പാത്രം കഴുകുന്ന ബുദ്ധിമുട്ടും ഒഴിവാക്കാം. പ്രകൃതിക്ക് ദോഷവുമില്ല. ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഏകാദശി വ്രതം, പ്രദോഷവ്രതം, അങ്ങനെ എത്ര വ്രതങ്ങൾ. ഇന്ന് മോഡേൺ സയൻസ് ഇതിനെ ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് എന്ന് വിളിക്കുന്നു. 2016 നോബൽ സമ്മാനം വരെ കിട്ടിയ ഒരു കണ്ടുപിടുത്തമാണ് ഓട്ടോഫാഗി. അതായത് നമ്മൾ പട്ടിണി കിടക്കുമ്പോൾ നമ്മുടെ ശരീരം തന്നെ കേടുവന്ന കോശങ്ങളെ തിന്നു തീർത്ത് പുതിയ കോശങ്ങളെ ഉണ്ടാക്കുന്ന പ്രക്രിയ. ഇത് തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ഋഷികൾ വ്രതമെന്ന പേരിൽ നമ്മളെ പഠിപ്പിച്ചത്. ആഴ്ചയിൽ ഒരിക്കൽ വയറിന് വിശ്രമം നൽകുന്നത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും ദഹന വ്യവസ്ഥയെ റീസെറ്റ് ചെയ്യാനും സഹായിക്കുന്നു. അവസാനമായി പ്രകൃതി ആരാധനയെക്കുറിച്ച് കൂടെ പറയാം. ഹിന്ദുധർമ്മം എപ്പോഴും പ്രകൃതിയെ ദൈവമായി കാണുന്നു. തുളസിയും അരയാലും ഒക്കെ ഉദാഹരണങ്ങളാണ്. തുളസി 24 മണിക്കൂറും ഓക്സിജൻ പുറത്തുവിടുന്ന ഓസോൺ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള അപൂർവം സസ്യങ്ങളിൽ ഒന്നാണ്. വീടിന് മുന്നിൽ തുളസി തറ പണിത് തുളസി നടുന്നത് വീട്ടിനുള്ളിലേക്ക് ശുദ്ധവായു ലഭിക്കാൻ വേണ്ടിയാണ്. അതുപോലെയാണ് അരയാൽ. രാത്രിയിൽ പോലും ഓക്സിജൻ നൽകാൻ കഴിവുള്ള മരമാണ് അരയാൽ. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ അരയാലിനെ വലം വയ്ക്കാൻ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ പൂർവികർ ഒന്നിനും വെറുതെ ഒരു നിയമം ഉണ്ടാക്കിയിട്ടില്ല എന്ന് മനസ്സിലാകും. ആത്മീയതയും ശാസ്ത്രവും രണ്ടല്ല, അത് ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. ദൈവഭയം എന്നിലുപരി മനുഷ്യൻ്റെ ആരോഗ്യത്തിനും മാനസിക ഉല്ലാസത്തിനും പ്രകൃതിയുടെ സംരക്ഷണത്തിനും വേണ്ടിയാണ് ഈ ആചാരങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊന്നും അന്ധമായി വിശ്വസിക്കണം എന്നല്ല പറയുന്നത്. ഇതിൻ്റെ പിന്നിലെ അർത്ഥം മനസ്സിലാക്കി പാലിക്കുമ്പോഴാണ് അതിന് പൂർണ്ണത ലഭിക്കുന്നത്. ഈ അറിവുകൾ നമ്മുടെ വരും തലമുറയ്ക്ക് പകർന്നു നൽകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു അറിവ് നൽകിയെന്ന് വിശ്വസിക്കുന്നു. ഹൈന്ദവ ധർമ്മത്തിലെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് ഇനിയും ഒരുപാട് പറയാനുണ്ട്. അതും വരും വീഡിയോകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.